എങ്ങനെയാണ് BJP ആയിട്ട് ഞങ്ങൾക്ക് ഒരു എന്ത് അലയൻസ് ഉണ്ടാക്കാൻ കഴിയുക? ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിൽ നിരവധി പേർ BJP RSS ആക്രമണത്തിനിരയായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ കേവല ദാരിദ്ര്യം ഒഴിവാക്കാൻ കഴിയും. ഇപ്പം ഞങ്ങൾ ലക്ഷ്യമിടുന്നത് കേവല ദാരിദ്ര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ ബസ് കോഴിക്കോട് ജില്ലയിലൂടെയുള്ള പര്യടനം തുടരുന്നു. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പേരാമ്പ്ര മണ്ഡലത്തിലാണ്. പേരാമ്പ്ര മണ്ഡലത്തിൽ നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരാൾ ഇവിടെ പേരാമ്പ്രയിൽ മത്സരിക്കുന്നുണ്ട്. അത് LDF കൺവീനർ ശ്രീ TP രാമകൃഷ്ണനാണ്. സംസ്ഥാനത്തെ മുഴുവൻ LDFൻ്റെ ഒരു മൂന്നാം മൂഴം ഉറപ്പാക്കേണ്ട ചുമതലയുണ്ട്. അതിനിടയിലാണ് പേരാമ്പ്രയിലെ ഈ തിരക്കേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി. രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങളെല്ലാം നേരത്തെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. മുന്നണിയിലെ വിവിധ പാർട്ടികൾ പ്രത്യേകം ചുമതല നിർവഹിക്കുന്നവരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ വഴിയാണ്. ആ നിലയിൽ മുന്നണിയിലെ എല്ലാ പാർട്ടികളും കൃത്യമായി ചുമതലാ നിർവഹണം നടത്തി വരുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ മത്സരിക്കുന്ന പേരാമ്പ്ര മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അത് മുന്നണിയുടെ ഒരു പ്രവർത്തനത്തെയും ബാധിക്കുന്നതല്ല. ഇനിയിപ്പം മുന്നണിക്ക് നിർവഹിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പുറത്തിറക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഏകദേശം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാനിഫെസ്റ്റോ പുറത്തിറക്കാവുന്ന നിലയിൽ അത് പൂർണ്ണത കൈവരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലൊക്കെ ശക്തമായ മത്സരത്തിൻ്റെ പ്രതീതിയുണ്ട്. ഇപ്പോൾ സാധാരണ നിലയിൽ CPM 2 ടൈം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് 2 ടൈം നിബന്ധന കർശനമായി നടപ്പാക്കിയിരുന്നു. ഇത്തവണ പക്ഷേ പല മണ്ഡലങ്ങളിലും അങ്ങനെയല്ല. പേരാമ്പ്ര അങ്ങനെ ഒരു മണ്ഡലമാണ്. TP തന്നെ മത്സരിക്കട്ടെ എന്നങ്ങ് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ മത്സരം വളരെ കടുത്തതാണ് എന്നുണ്ടോ? അല്ല, മത്സരം കടുത്ത് തന്നെയാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓരോ പാർട്ടികളും അതത് പാർട്ടിയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ എടുക്കുന്നുണ്ട്. CPIM 2 ടേം എന്നുള്ള വ്യവസ്ഥ ഉപേക്ഷിച്ചിട്ടില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയ തലത്തിൽ കേരളം മാത്രമാണ് ഒരു വേറിട്ട നിലപാടെടുക്കുന്ന ഒരു സംസ്ഥാനം. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന പ്രവർത്തനങ്ങളിലും ജനക്ഷേമ നടപടികളിലും സജീവമായി കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരായി ബദൽ സമീപനമുയർത്തി നേരിടുന്ന ഏക ഗവൺമെൻറ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഇത്തരമൊരു ഗവൺമെൻറ് സംവിധാനം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തുടരേണ്ടതുണ്ട്. അതിനാവശ്യമായ ഒരു ഉറപ്പ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദേശീയ രാഷ്ട്രീയത്തിൽ നിർവഹിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഓരോ മണ്ഡലത്തിൻ്റെയും ജയം വളരെ പ്രധാനപ്പെട്ടതാണ്. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അപ്പോൾ പല സാഹചര്യങ്ങളും പരിശോധിച്ചപ്പോൾ ഇവിടെയുള്ള പ്രാദേശിക നിലയും എല്ലാം പരിശോധിച്ചപ്പം ഞാൻ സ്ഥാനാർത്ഥിയാവുന്നതാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ ജയിക്കാൻ സാധ്യത. അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയാവണമെന്ന് പാർട്ടി തീരുമാനിച്ചു. ഞാൻ സ്ഥാനാർത്ഥിയാവാൻ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ബഹുഭൂരിപക്ഷം മേഖലകളിലും വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് 2006 തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ്സുകാർ ജയിച്ചിട്ടേ ഇല്ല കോഴിക്കോട് ജില്ലയിൽ. പക്ഷേ ഇത്തവണ ഇതെല്ലാം അട്ടിമറിക്കപ്പെടുന്ന അഭൂതപൂർവമായ ഒരു സാഹചര്യം ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഇവിടെ 2019 ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. 2019 തെരഞ്ഞെടുപ്പിൽ UDFന് ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 24 തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. ആ 2019 കഴിഞ്ഞ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പം ഞാൻ 22,000 വോട്ടിൻ്റെ എനിക്ക് അന്ന് 52% വോട്ട് കിട്ടിയിട്ടുണ്ട്. 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഞാൻ ജയിച്ചത്.
അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഓരോ കാലഘട്ടത്തിലുള്ള സ്ഥിതിഗതികൾക്കനുസൃതമായിട്ട് വ്യത്യസ്ത നിലപാടുകൾ വോട്ടർമാർ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മണ്ഡലമാണ് പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ ചിലപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് എനിക്കായിരിക്കും. ഇത്തവണ എതിർ സ്ഥാനാർത്ഥി കുറച്ച് വ്യത്യസ്തയാണ്. കാരണം ഏറ്റവും പുതിയ ജനറേഷനിൽപ്പെട്ട വനിതാ ലീഗ് അങ്ങനെ പെൺകുട്ടികളെ സ്ഥാനാർത്ഥികളായി നിർത്തുന്നതൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫയർ ബ്രാൻഡ് താരമാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അതിലൊന്നും നമുക്ക് പരാതിയുടെ പ്രശ്നമില്ല. ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടാണ് ഉയർത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു തമാശ കളിയല്ലല്ലോ. വൈകാരികമായിട്ട് ഏതെങ്കിലും ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ടതല്ല. രാജ്യത്തിൻ്റെ ഭാവിയാണ് പ്രശ്നം, നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണ്. ഇപ്പം കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. കോൺഗ്രസ് നേരത്തെ ഇന്ത്യയിലെ ജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു, ഗരീബി ഹഠാവോ, ദാരിദ്ര്യം നിർമ്മാർജ്ജന ചെയ്യുക, ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. നടപ്പിലായോ? ഇന്ത്യക്കകത്ത് നടപ്പിലായില്ല. എന്നാൽ 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യത്തിൽ ആലോചന നടത്തിയപ്പോൾ കേരളത്തിലെ അതിദാരിദ്ര്യം ഒഴിവാക്കണം എന്നൊരു നിലപാടെടുത്തു. അത് കഴിഞ്ഞ 4 വർഷക്കാലത്തെ ശ്രമത്തിൻ്റെ ഫലമായി അതിദാരിദ്ര്യം കേരളത്തിൽ ഒഴിവായല്ലോ. മുതലാളിത്ത വ്യവസ്ഥയുടെ സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ ദാരിദ്ര്യം. ആ ദാരിദ്ര്യം ഇവിടെ ഗവൺമെൻറ്റിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഒഴിവാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു നിലപാടിൻ്റെയും നയത്തിൻ്റെയും പ്രത്യേകതയാണ്. അപ്പോൾ അത് കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ കേവല ദാരിദ്ര്യം ഒഴിവാക്കാൻ കഴിയും. ഇപ്പം ഞങ്ങൾ ലക്ഷ്യമിടുന്നത് കേവല ദാരിദ്ര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മറ്റ് വൈകാരികമായ നിലപാടെടുത്തിട്ട് തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ വഴിതിരിച്ചു വിടാൻ ആരും ശ്രമിക്കരുത്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിലെല്ലാം വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. മാധ്യമങ്ങൾ ശാസ്ത്രീയമായും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ വ്യവസ്ഥ മനസ്സിലാക്കിയിട്ടും ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിത്തീർക്കാം, അത്തരം നിലപാടുകളിലേക്ക് മാധ്യമങ്ങളുടെ പ്രചാരണം തിരിച്ചു വരികയും ചെയ്താൽ ജനങ്ങൾ ആ ഒരു ലൈൻ സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് CPM-ഉം BJP-യും തമ്മിലൊരു ഡീലുണ്ട് എന്നാണ്. ഇന്നിപ്പോൾ ഉയർന്ന ഒരു ആരോപണം SDPI-യും CPM-ഉം തമ്മിലൊരു ഡീലുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ഡീലുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒന്ന് അതിൻ്റെ ഒരു വസ്തുത തെളിവ് ഇവിടെ പുറത്തു കൊണ്ടുപോവാ. മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നല്ല, ഞാൻ മാധ്യമങ്ങൾക്കും പുറത്തു കൊണ്ടുവരാം. നിങ്ങൾ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്നവരായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും അന്വേഷിക്കാം. ഏതെങ്കിലും ഒരു എവിഡൻസ് ഈ SDPI-യുമായോ അല്ലെങ്കിൽ വേറെ ഏതാ നിങ്ങൾ പറഞ്ഞത് BJP അങ്ങനെ BJP-യുമായിട്ട് എങ്ങനെയാണ് BJP-ആയിട്ട് ഞങ്ങൾക്ക് എന്ത് അലയൻസ് ഉണ്ടാക്കാൻ കഴിയുക? കാരണം ഞങ്ങൾ ഒരുപാട് വില കൊടുത്തൊരു പാർട്ടിയാണ് കേരളത്തിൽ. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിൽ നിരവധി പേർ BJP RSS ആക്രമണത്തിനിരയായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തലശ്ശേരിയിൽ വർഗീയ കലാപം ഉണ്ടായപ്പോൾ UK കുഞ്ഞിരാമൻ എന്ന പാർട്ടി പ്രവർത്തകൻ മരണപ്പെട്ടത് പള്ളിക്ക് കാവൽ നിന്നതിൻ്റെ പേരിൽ RSSകാർ കുത്തിക്കൊന്നതാണ്. അത് ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര ആളുകൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ പേരാമ്പ്ര മണ്ഡലത്തിൽ ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം സന്ധ്യാസമയത്ത് RSSകാർ വന്നിട്ട് കുത്തിക്കൊലപ്പെടുത്തി. പയ്യോളിയിലുള്ള ഒരു സംഘടനത്തിലാണ് ഇവിടെ തന്നെയുള്ള ഉണ്ണര അഹമ്മദ് മാസ്റ്റർ കൊല ചെയ്യപ്പെട്ടത്. ഇതൊക്കെ ഇവിടെ തന്നെ ഞങ്ങളുടെ പരിസരത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. എങ്ങനെ ഞങ്ങൾക്ക് RSS-ഉം BJP-യുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും? അങ്ങനെ കഴിയില്ല. അത് കള്ളപ്രചാര വിലയാണ്. അതാ പ്രചാരം. ഇവിടെ കോൺഗ്രസ് BJP ലീഗ് ചേർന്നുള്ള സഖ്യം ഉണ്ടാക്കിയ സ്ഥലമാണിത്. മുമ്പൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി KP ഉണ്ണികൃഷ്ണനായിരുന്നു. അവർ സ്ഥാനാർത്ഥി വേറെ ഒരു ഡോക്ടർ മാധവൻകുട്ടിയാണ്, ഡോക്ടർ മാധവൻകുട്ടി അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് BJP-കാരനാണ്. അതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ ബേപ്പൂരിലുണ്ടായിട്ടുണ്ട്. ഈ കോൺഗ്രസ് ലീഗ് BJP സഖ്യം, ആ സഖ്യം ഉണ്ടാക്കിയവരാണ് പറയുന്നത് CPIM ഇങ്ങനെ ഇവരൊക്കെ ആയിട്ട് ഡീൽ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. അങ്ങനെ ഒരു ആരോപണത്തിന്റെ പിന്നിൽ അപ്പം എന്തായിരിക്കും ഉദ്ദേശം? നിങ്ങൾ കണ്ടുപിടിക്കുക. ആരോപണം ഉന്നയിക്കുന്നവർക്കാണല്ലോ ഉദ്ദേശം.
ആരോപണത്തിന് വിധേയമാക്കുന്നവർക്ക് ഉദ്ദേശമില്ലല്ലോ. അപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, ലീഗാണ് ലീഗ്, അല്ലെ വേറെ ആരെങ്കിലും ആണെങ്കിൽ ആര്, എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് അവരോടാണ് ചോദിക്കേണ്ടത്. ഞങ്ങൾ ആരോപണ വിധേയരായവരാണ്, ഞങ്ങൾക്കൊരു ഉദ്ദേശമില്ല. ഞങ്ങൾക്കിതിനെ കൊണ്ട് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭയമോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും സങ്കോചമോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ശരിയായ നിലപാടെടുക്കുന്നത് കൊണ്ട് ആ സത്യസന്ധതയും ശരിയും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. അത് ഏത് തരത്തിലുള്ള പ്രകോപനം ഞങ്ങൾക്കെതിരായി വന്നാലും ഞങ്ങൾ അതിന് വിധേയമാകുന്നില്ല. ഞങ്ങളുടെ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകും. അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം. അപ്പോൾ എല്ലാ ഭാവുകങ്ങളും ആശംസകളും. താങ്ക് യു. കൂടുതൽ ഭൂരിപക്ഷത്തോടെ പേരാമ്പ്രയിൽ നിന്ന് നിയമസഭയിൽ എത്താൻ കഴിയട്ടെ. എല്ലാ ആശംസകളും.